പാലാഴി മഥനം നടന്ന സമയത്ത് പ്രപഞ്ചത്തെ തന്നെ ഇല്ലാതാക്കാൻ ശേഷിയുള്ള കാളകൂട വിഷം പുറത്തു വന്നതും അതിനെ സ്വന്തം കഴുത്തിൽ അടക്കിക്കൊണ്ട് ഈ പ്രപഞ്ചത്തെ ശിവൻ എങ്ങനെ സംരക്ഷിച്ചു എന്ന കഥയും നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ആ കഥയിൽ ഋഷികൾ പറയാൻ ശ്രമിക്കുന്ന പ്രപഞ്ച രഹസ്യങ്ങൾ ഭൂരിഭാഗം ജനങ്ങളും തിരിച്ചറിയാറില്ല. പുരാണ കഥകളുടെ ലക്ഷ്യം മനുഷ്യരെ ആസ്വാദകരാക്കുക എന്നത് മാത്രമല്ല, ഇത്തരം പ്രപഞ്ച രഹസ്യങ്ങളെ കഥാരൂപത്തിൽ എല്ലാവരിലും എത്തിക്കുക എന്നതുകൂടെയാണ്. പാലാഴി മഥനത്തിൻ്റെ കഥയിലും അങ്ങനെയൊരു യോഗരഹസ്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പണ്ട് ദുർവാസാവ് മഹർഷി ഒരു വനത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. ഇത്തരം യാത്രകൾ പലപ്പോഴും ഭൂമിയിലുള്ള പലതരം മനുഷ്യരെയും ജീവജന്തുക്കളെയും ആഴത്തിൽ മനസ്സിലാക്കാനുള്ള അവസരമായാണ് അദ്ദേഹം കണ്ടത്. യാത്രക്കിടയിൽ വെച്ച് ദിവ്യമായ ഒരു സുഗന്ധം വനത്തിൽ നിറയുന്നത് അദ്ദേഹം അനുഭവിക്കാനിടയായി. ആ സുഗന്ധത്തിൻ്റെ ഉറവിടം അന്വേഷിച്ച് ചെന്നപ്പോൾ ഒരു അപ്സരസ് അതിമനോഹരമായ പുഷ്പമാല കയ്യിൽ കൊണ്ടു നടക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ആ മാല തനിക്ക് തരാമോ എന്ന് ദുർവാസാവ് മഹർഷി അപ്സരസിനോട് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തെ അനുഗ്രഹമായി മാനിച്ച് സന്തോഷത്തോടെ ആ മാല അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. പുഷ്പമാല സ്വീകരിച്ച് മഹർഷി യാത്ര തുടർന്നപ്പോൾ ആകാശത്തിലൂടെ സ്വർഗത്തിൻ്റെ രാജാവായ ഇന്ദ്രദേവൻ ഐരാവതത്തിൽ യാത്ര ചെയ്യുന്നത് കണ്ടു. താൻ അനുഭവിക്കുന്ന സുഗന്ധം ഇന്ദ്രദേവനും അനുഭവിക്കട്ടെ എന്ന് ആഗ്രഹിച്ച് വളരെ സന്തോഷത്തോടെ ആ മാല ഇന്ദ്രദേവന് മഹർഷി സമ്മാനിച്ചു. ഇന്ദ്രദേവനാകട്ടെ ആ പുഷ്പമാലയെ ഐരാവതത്തിൻ്റെ കഴുത്തിൽ ആഭരണമായി ചൂടി. പുഷ്പത്തിലെ തേൻ കുടിക്കാൻ വണ്ടുകൾ ആ മാലയ്ക്ക് ചുറ്റും വരികയും അത് ഐരാവതത്തെ ശല്യപ്പെടുത്തുകയും ചെയ്തപ്പോൾ ഐരാവതം മാലയെ വലിച്ച് പൊട്ടിച്ചെറിയാനും ഇടയായി. ദിവ്യമായ സുഗന്ധത്തിൽ ആഴ്ന്നു നിന്ന ദുർവാസാവ് മഹർഷി ഈ കാഴ്ച കണ്ട അടുത്ത നിമിഷം കോപം കൊണ്ട് ജ്വലിച്ചു. ആ പുഷ്പമാലയെയും അതുവഴി തന്നെയും അപമാനിച്ച ഇന്ദ്രദേവനെ മഹർഷി ശപിച്ചു. ദിവ്യതയെ തിരിച്ചറിയാത്ത നിന്നെ നാം ശപിക്കുകയാണ്. സ്വർഗലോകത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും നന്മകളും അപ്രത്യക്ഷമാകട്ടെ. ദുർവാസാവ് മഹർഷിയുടെ ശാപത്താൽ സ്വർഗത്തിൻ്റെ തേജസ്സും സൗഭാഗ്യങ്ങളും ക്രമേണ ക്ഷയിച്ചു വരുവാൻ തുടങ്ങി. അപ്സരസുകളും രത്നങ്ങളും ഐശ്വര്യത്തിൻ്റെ പൂർണ്ണ സ്വരൂപമായ ലക്ഷ്മീദേവി പോലും നാരായണിൽ നിന്നും അപ്രത്യക്ഷമായി. ഇതിനെ നല്ലൊരു അവസരമായി കണ്ട് അസുരന്മാർ ദേവലോകം ആക്രമിക്കുകയും ചെയ്തു. മറ്റു വഴികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ദേവന്മാർ നാരായണനിൽ അഭയം പ്രാപിച്ചു. നാരായണൻ അവർക്കൊരു ഉപായവും നൽകി. ദുർവാസാവ് മഹർഷി നൽകിയ ശാപത്തിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ അപ്രത്യക്ഷമായ ദേവലോകത്തിൻ്റെ സമ്പത്തും തേജസ്സും വീണ്ടെടുക്കാനുള്ള ഉപായം മാത്രം പറഞ്ഞു തരാം. പാലാഴി മഥനം ഉടനെ ആരംഭിക്കുക. നാം ഉൾപ്പെടെ എല്ലാ ദേവന്മാരും ഇതിൽ പങ്കുചേരണം. ദേവന്മാർ മാത്രമല്ല, അസുരന്മാരും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഈ അനന്തസാഗരത്തെ കടഞ്ഞ് നഷ്ടപ്പെട്ട എല്ലാം തിരിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. നാരായണൻ്റെ ഉപദേശപ്രകാരം ദേവന്മാരും അസുരന്മാരും മറ്റു ദിവ്യഗണങ്ങളും പങ്കെടുക്കുന്ന പാലാഴി മഥനം എന്ന മഹത്തായ സംഭവം അരങ്ങേറാൻ തയ്യാറായി. മന്ദരപർവ്വതം സമുദ്രം കടയാനും അതിനു ചുറ്റും കയറുപോലെ വാസുകി നാഗവും വാസുകിയുടെ രണ്ടറ്റത്തിൽ ദേവന്മാരും അസുരന്മാരും സ്ഥാനമുറപ്പിച്ചു. മന്ദരപർവ്വതം പൂർന്നു പോവാതിരിക്കാൻ നാരായണൻ കൂർമാവതാരം സ്വീകരിച്ച് അതിനെ സമുദ്രത്തിൻ്റെ അടിയിൽ താങ്ങി നിർത്തി. ഈ അവസ്ഥയിൽ പാലാഴി മഥനം കുറേ വർഷങ്ങൾ തുടർന്നു വന്നു. അങ്ങനെ എത്രയോ ദേവവർഷങ്ങൾക്ക് ശേഷം പാലാഴിയിൽ നിന്നും നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങൾ തിരിച്ചു വരുന്നതിൻ്റെ ലക്ഷണങ്ങൾ ദേവന്മാർക്ക് അറിയാൻ സാധിച്ചു. പക്ഷേ അവരുടെ പ്രതീക്ഷ തെറ്റിച്ച് ആദ്യം സമുദ്രത്തിൽ നിന്നും പുറത്തു വന്നത് കാളകൂടമെന്ന ഉഗ്ര വിഷമാണ്. ലോകത്തെ മാത്രമല്ല, ഈ മുഴുവൻ പ്രപഞ്ചത്തെയും നശിപ്പിക്കാൻ ശേഷിയുള്ള ഉഗ്ര വിഷമാണ് കാളകൂടം. ആ വിഷത്തിൻ്റെ സ്വാധീനത്തിൽ ദേവന്മാരും അസുരന്മാരും തളർന്ന് വീഴാൻ തുടങ്ങി. ഭൂമിയിലെ ജീവജാലങ്ങൾ ചത്തുടങ്ങി. അന്തരീക്ഷം ഭയാനകമായി. ഈ സന്ദർഭത്തെ എങ്ങനെ നേരിടണം എന്നറിയാതെ ദേവന്മാർ നാരായണൻ്റെ അടുത്ത് വീണ്ടും അഭയം പ്രാപിച്ചു. അവിടെയും അദ്ദേഹം ഒരു ഉപായം നൽകി. കാളകൂടം വിനാശകരമായ ശക്തിയാണ്. നാം വിചാരിച്ചാൽ പോലും ഇതിനെ അടക്കാൻ സാധിക്കില്ല. നിങ്ങളെല്ലാവരും ശിവനെ കണ്ട് കാര്യം അവതരിപ്പിക്കുക. അദ്ദേഹം തീർച്ചയായും സഹായിക്കും. ദേവന്മാരും നാരായണനും ബ്രഹ്മദേവനും ചേർന്ന് കൈലാസത്തിലേക്ക് യാത്രയായി. അവിടെ ശിവനെ ദർശിച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചു. സംഭവങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിയ മഹാദേവൻ തൻ്റെ തപസ്സിൽ നിന്നും പുറത്തു വന്ന് പാലാഴി മഥനം നടക്കുന്ന സ്ഥലത്തെത്തി. കാളകൂടത്തെ അടക്കാൻ മറ്റ് ശക്തികളൊന്നും ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അതിനെ സേവിച്ച് ഈ പ്രപഞ്ചത്തെ രക്ഷിക്കാൻ തയ്യാറായി. പാലാഴിയിൽ കലർന്നു കിടക്കുന്ന കാളകൂടത്തെ
കൈക്കുമ്പിളിലെടുത്ത് അദ്ദേഹം സേവിക്കാൻ തുടങ്ങി. മഹാദേവൻ്റെ ഈ പ്രവൃത്തി കണ്ട് സ്തംഭിച്ചു നിൽക്കാനേ എല്ലാ ദേവന്മാർക്കും സാധിച്ചുള്ളൂ. പ്രപഞ്ചത്തിന് വേണ്ടി സ്വന്തം അസ്തിത്വത്തെ ത്യാഗം ചെയ്യുന്ന തൻ്റെ പതിയോട് പാർവതി ദേവിക്ക് അല്പം കോപം തോന്നി. അങ്ങനെ ത്യാഗം ചെയ്യാൻ താൻ സമ്മതിക്കില്ല എന്ന് മനസ്സിൽ പറഞ്ഞ് ശിവൻ്റെ കണ്ടത്തിൽ ആഞ്ഞു പിടിച്ചു. സേവിച്ച വിഷം ഇറക്കാൻ കഴിയാത്ത വിധം അത് മഹാദേവൻ്റെ കണ്ടത്തിൽ സ്തംഭിച്ചു നിന്നു. അപ്പോഴും നിർത്താതെ വിഷം മുഴുവനും കുടിക്കാൻ ഒരുങ്ങുന്ന മഹാദേവനെ കണ്ടപ്പോൾ അദ്ദേഹത്തെ സഹായിക്കുക എന്നല്ലാതെ മറ്റൊന്നും ദേവിക്ക് തോന്നിയില്ല. പാർവതി ദേവിയുടെ യോഗസിദ്ധി ഉപയോഗിച്ച് മഹാദേവൻ സേവിച്ച എല്ലാ വിഷത്തെയും അദ്ദേഹത്തിൻ്റെ കണ്ടത്തിൽ എന്നേക്കുമായി നിൽക്കുന്ന വിധം ഉറപ്പിച്ചു. അങ്ങനെ മഹാദേവൻ നീലകണ്ഠനായി മാറി. ഈ കഥയ്ക്ക് ഒരു യോഗരഹസ്യമുണ്ട്. മനുഷ്യൻ്റെ പ്രാണമയ കോശത്തിൽ 7 ഊർജ്ജ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ എനർജി പോയിൻറ്റ്സ് ഉണ്ട്. ഇതിനെ പരമ്പരാഗതമായി ചക്രങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഈ 7 ചക്രങ്ങളിൽ 5ാമത്തെ ചക്രമായ വിശുദ്ധി ചക്രം യോഗ അഭ്യാസത്തിൽ ഉണർന്നു കഴിഞ്ഞാൽ ഏതുതരം നെഗറ്റിവിറ്റിയെയും നിയന്ത്രിക്കാനുള്ള, അതിൽ നിന്നും എളുപ്പത്തിൽ പുറത്തു വരാനുള്ള സിദ്ധി കൈവരും. ശരീരത്തിലും മനസ്സിലും പ്രാണശക്തിയിലുമുള്ള അനേകം അശുദ്ധികളെ അകറ്റാനും വിശുദ്ധി ചക്രത്തിന് സാധിക്കും. ഇതിനാലാണ് കാളകൂട വിഷം ശിവന്റെ കഴുത്തിൽ, അതായത് വിശുദ്ധി ചക്രം സ്ഥിതി ചെയ്യുന്ന അതേ സ്ഥാനത്ത് സ്തംഭിച്ചു നിന്നത്. പാർവതി ദേവിയുടെ സ്പർശം ഒരർത്ഥത്തിൽ ശിവന്റെ വിശുദ്ധിയെ ഉണർത്താൻ ചെയ്ത യോഗ വിദ്യയായും മനസ്സിലാക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ വലിയൊരു യോഗ രഹസ്യമാണ് പാലാഴി മദനത്തിൻ്റെ കഥയിൽ ഋഷികൾ ഒളിപ്പിച്ചിരിക്കുന്നത്. അവരുടെ നിലയ്ക്ക് സമാനമായ നിലകൾ എത്തിയ യോഗികൾക്ക് മാത്രമേ ഇതിനെ മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് ഉപദേശിക്കാനും സാധിക്കുകയുള്ളൂ.